അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രോ ബാഗിൽ എങ്ങനെ രാസവളമോ കീടനാശിനികളോ ഇല്ലാതെ കൃഷി ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടിന് മുകളിലും നമുക്കിപ്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന മണ്ണിലും ഒക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഡ്രമ്മുകളിലോ ഇത് പാവൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ആദ്യം തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല മണ്ണും അതുപോലെ തന്നെ മണ്ണിന് ആവശ്യമായിട്ട് ഒന്നുകിൽ ചകിരിച്ചോറ് അല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ് വരാറായ നമ്മളെ ഇതുണ്ടല്ലോ പച്ചില വളം, ഇതൊക്കെയാണ് നമ്മളിതിന് ആദ്യമായിട്ട് എടുക്കേണ്ടത്. അങ്ങനെ എടുത്ത് എന്നിട്ട് അതിൽ നമ്മൾ കാലിവളം, പിന്നെ നമ്മളുടെ ചാരം എന്ന് പറയുന്നത് ചാമ്പൽ, ഇത് കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് കൂട്ടിക്കലർത്തിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഡ്രമ്മുകളിൽ ഇത് നിറയ്ക്കാനുള്ളത്, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ളത്. അങ്ങനെ നിറച്ചെടുത്ത ഇതിൽ അത് ഡ്രമ്മിൻ്റെ ആയാലും ഗ്രോ ബാഗിൻ്റെ ആയാലും പകുതി അളവിൽ നമ്മൾ ആദ്യം നിറയ്ക്കുക. നിറച്ചതിന് ശേഷം വിത്താണെങ്കിൽ വിത്ത്, അതല്ലെങ്കിൽ തൈ ആണെങ്കിൽ തൈ അതിലേക്ക് നടുക. നട്ടതിന് ശേഷം അത് നമ്മൾ ഒരാഴ്ച തണൽ കിട്ടത്ത കണക്ക് വയ്ക്കുക. എന്ന് പറഞ്ഞാൽ എവിടെയാണോ വയ്ക്കുന്നത് അതിന് നമ്മൾ തണൽ കൊടുക്കുക. അങ്ങനെ തണൽ കൊടുത്ത് വെച്ച് അതിന് വിത്താണെങ്കിൽ അതിന് മുളച്ച് വന്നതിന് ശേഷവും അതല്ല തൈ ആണെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ അടുത്ത വളങ്ങൾ ചെയ്തു കൊടുക്കാവും. അടുത്ത വളങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ അതിൽ പിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ഗോമൂത്രം അല്ലെങ്കിൽ ആട്ടിൻ മൂത്രമൊക്കെ ഉണ്ടല്ലോ, ഈ സാധനവും നമ്മളുടെ ചാണകം കലക്കിയെടുത്ത ലായനി, ഇതും സമാസമം എടുത്തതിന് ശേഷം അതിന് 10 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് അതിൽ നിന്ന് കുറേശ്ശെ ഒരാഴ്ചയിൽ ഒരിക്കൽ കുറേശ്ശെ നമ്മളിതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3-4 ദിവസത്തിനിടയ്ക്ക് അടുത്ത നമ്മളുടെ കപ്പലിൻ്റെ പിണ്ണാക്കിനെ പുളിപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം ഇത് കണക്ക് 10 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് അതും ഈ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്കും, അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ ചാണക മൂത്ര ലായനിയും ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇതിനെ നന്നായിട്ട് വളർത്തിയെടുത്ത് അതിനെ നമ്മൾ നന്നായിട്ട് തട്ടുപന്തലൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് പടർത്തണം. അങ്ങനെ പടർന്നു വരുന്ന ഇതിലേക്ക് നമ്മളുടെ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്ന സാധനം, അത് ഒന്നുകിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുക. അതിനെ വളരെ നേർത്ത ഒരു ഇതിലേക്ക് അടിച്ചു കൊടുക്കണം. അല്ലാതെ വളരെ കാഠിന്യതയിൽ അടിച്ചു കൊടുത്താൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകും, കരിഞ്ഞു പോകും. വളരെ നേർപ്പിച്ച് അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതും ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇതിൻ്റെ മൂട്ടിൽ കൃത്യമായി നോക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു കീടമെങ്കിലും വന്നാൽ അതിനെ നമ്മൾ കൃത്യമായി അപ്പോൾ നശിപ്പിച്ച് കളയണം. ഇതങ്ങനെ നശിപ്പിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കീടങ്ങളുടെ എണ്ണം കൂടുകയും പിന്നെ നമ്മളിതിൽ കീടനാശിനി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിനെ ഇല്ലാതാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ഇട നമ്മൾ കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഗ്രോ ബാഗിൻ്റെ പകുതിയാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. ആ ബാക്കി പകുതി നമ്മൾ കുറേശ്ശെ ഈ കമ്പോസ്റ്റും മണ്ണുമായിട്ട് നിറച്ചെടുക്കണം. അല്ലാതെ ഒറ്റ ട്രിപ്പായിട്ട് പിന്നും നിറയ്ക്കരുത്, കുറേശ്ശെ നിറയ്ക്കണം. അങ്ങനെ ചെയ്ത് എങ്കിൽ മാത്രമേ അത് ഉപയോഗം ഉണ്ടാവൂ. പിന്നെ കൃത്യമായി നമ്മളിതിന് ജലം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാര്യം വെള്ളം ഈ കവറിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് ഇതിനുള്ളത്. അത് കണക്ക് തന്നെ ഈ വളങ്ങളും പോഷകമൂലങ്ങളായാലും ജലമായാലും നമുക്ക് ഈ കവറിൽ നിന്ന് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതേസമയം തറയിലാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നെങ്കിലുമൊക്കെ വലിച്ചെടുത്തുകൊണ്ട് വരുമെന്നെങ്കിലും വിചാരിക്കും. പക്ഷേ ഈ കവറിൽ കൃത്യമായും ജലാംശം കുറയാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതേ കണക്ക് തന്നെ ഈ മൂല്യങ്ങളും നമ്മൾ കൃത്യമായി ഇതിൽ കൊടുത്തിരിക്കണം. അതിന് ഒരു കുറവും വരുത്താൻ പാടില്ല. അങ്ങനെ കൃത്യമായി വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ടുള്ള കായ്കളുണ്ടാവുകയും ഈ പോഷകമൂല്യങ്ങളുടെ കുറവ് വന്നു കഴിഞ്ഞാൽ ഇതിൽ കായ്കളുടെ എണ്ണം കുറയും. കായില്ലാത്ത പൂക്കളായിരിക്കും കൂടുതൽ വരിക.
കൃത്യമായിട്ട് അതിന് വളം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കായുടെ എണ്ണം കൂടുതൽ കിട്ടത്തുള്ളൂ. അങ്ങനെ കൃത്യമായി ഇതിനെ പരിപാലിച്ചാൽ മാത്രമേ നമുക്കിതിന്ന് ഗുണമേന്മയുള്ള ഇത് കായ്കൾ കിട്ടത്തുള്ളൂ. അത് കൃത്യമായി എല്ലാവരും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് ഇതിനെ നന്നായിട്ട് പരിപാലിക്കണം. പിന്നെ കവറുകൾ ഇടണം. പൂ കൊഴിഞ്ഞ ഉടനെ തന്നെ ഇതിൽ കവറുകളിട്ട് ഇതിനെ സംരക്ഷിക്കണം. കാര്യം ഈച്ചകൾ വന്ന് അതിൽ കുത്തി അതിൽ പുഴുകളാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് കൃത്യമായി കവറുകൾ ഇട്ട് അതിനെ പരിചരിച്ചെടുക്കണം. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷി രീതിയല്ല, നമ്മളുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൃഷി രീതിയാണിത്. എങ്കിൽ മാത്രമേ നമുക്ക് ഗുണമേന്മയുള്ള പാവയ്ക്ക കഴിക്കാൻ പറ്റൂ, നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനും പറ്റൂ. അതെല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ച് ഇത് മുന്നോട്ട് പോവുക. വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസുകൾ ഉണ്ടെങ്കിൽ അത് ഇടാനും മറക്കണ്ട. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.